നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ദിലീപിന്റെ ബാന്ദ്ര സിനിമയ്ക്കെതിരെ മോശം റിവ്യൂ നടത്തിയ വ്ളോഗർമാർക്കെതിരെ അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടു. 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് 7 വ്ളോഗർമാർക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. സിനിമയുടെ നിർമ്മാണ കമ്പനി നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. അശ്വന്ത് കോക്ക്, ഷിഹാബ്, ഉണ്ണി ബ്ലോഗ്സ്, ഷാസ് മുഹമ്മദ്, അർജുൻ, ഷിജാസ് ടോക്സ്, സായി കൃഷ്ണ എന്നീ 7 യൂട്യൂബർമാർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് നിർമ്മാതാക്കളായ അജിത് വിനായക ഫിലിംസാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത്. ചിത്രം റിലീസ് ചെയ്ത് 3 ദിവസത്തിനുള്ളിൽ കമ്പനിക്ക് നഷ്ടമുണ്ടാകുന്ന രീതിയിൽ നെഗറ്റീവ് റിവ്യൂ നടത്തിയെന്നാണ് ഹർജിയിലെ ആരോപണം. കേസെടുക്കാൻ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകണമെന്നും നിർമ്മാണ കമ്പനി ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ചിത്രത്തെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ സോഷ്യൽ മീഡിയ വഴി വ്യാജവും മോശവും പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നാണ് ആരോപണം. ഇവർ ചെയ്യുന്നത് അപകീർത്തിപ്പെടുത്തൽ മാത്രമല്ല, കൊള്ളയടിക്കലാണെന്നും നിർമ്മാതാക്കൾ പറയുന്നു. ഈ അടുത്ത കാലത്ത് മലയാളികളുടെ ചർച്ചാവട്ടങ്ങളിൽ സജീവമായ വാക്കാണ് റിവ്യൂ ബോംബിംഗ്. സമൂഹ മാധ്യമങ്ങളിലൂടെ നെഗറ്റീവ് റിവ്യൂ പങ്കുവച്ച് സിനിമയെ തകർക്കുന്നതിനെ റിവ്യൂ ബോംബിംഗ് എന്ന വാക്കുകൊണ്ടാണ് കോടതി പോലും അടയാളപ്പെടുത്തിയത്. സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയാൻ എല്ലാവർക്കും അവകാശമുണ്ടെങ്കിലും മനഃപൂർവ്വം വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള നിരൂപണമോ നെഗറ്റീവ് റിവ്യൂ സംബന്ധിച്ച് ബ്ലാക്ക് മെയിലിംഗ് പോലെയുള്ള ക്രിമിനൽ സ്വഭാവമുള്ള ഇടപെടലോ നടന്നാൽ പരാതിപ്പെടാമെന്ന് പോലീസ് പറയുന്നു. ദീപാവലി റിലീസുകൾ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുമ്പോൾ റിവ്യൂ ബോംബിംഗ് വീണ്ടും ചർച്ചയാവുകയാണ്. റിലീസ് ദിവസം വരുന്ന നെഗറ്റീവ് റിപ്പോർട്ടുകൾ ഒരു സിനിമയുടെ പിന്നീടുള്ള പ്രദർശനങ്ങളെ വരെ ബാധിക്കുന്നുണ്ട്. ഒരാഴ്ച പോലും തികയ്ക്കാതെ ചില സിനിമകൾ തിയേറ്റർ വിട്ടു പോകുന്നതിനും ലഭിച്ച ഷോകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്നതിലേക്കും വരെ ഇത്തരം റിപ്പോർട്ടുകൾ സിനിമയെ കൊണ്ടെത്തിക്കാറുണ്ട്. സിനിമകൾ റിലീസ് ചെയ്യുന്നതിന് പിന്നാലെ തന്നെ റിവ്യൂ ബോംബിംഗ് ആണ് ചില യൂട്യൂബർമാർ നടത്തുന്നതെന്നും വലിയ നഷ്ടമാണിത് തങ്ങൾക്കുണ്ടാക്കുന്നതെന്നുമാണ് സിനിമാ പ്രവർത്തകർ ആരോപിക്കുന്നത്. നേരത്തെ ബാന്ദ്രയുടെ സംവിധായകൻ അരുൺ ഗോപിയും റിവ്യൂമാർക്കെതിരെ രംഗത്തെത്തിയിരുന്നു. പ്രേക്ഷകരുടെ അഭിരുചികൾ പലതരത്തിലാണ്. അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണ് എല്ലാവരും സിനിമ കാണുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. സിനിമ ഇഷ്ടപ്പെടുന്നവർ ഒരുപാടുണ്ട്. അത് അവരുടെ സ്വാതന്ത്ര്യം, അവകാശവുമാണ്. എന്നാൽ അഭിപ്രായങ്ങൾ എന്ന തരത്തിൽ പലതരം കോപ്രായങ്ങൾ കാണിക്കുന്ന ആളുകളെയാണ് നാം കാണുന്നത്. റിവ്യൂ എന്ന പേരിൽ കാണിക്കുന്ന ഈ പ്രഹസനങ്ങൾ വളരെ മോശമാണെന്നും അരുൺ ഗോപി പറഞ്ഞിരുന്നു. നടൻ ദിലീപും രൂക്ഷമായ ഭാഷയിലായിരുന്നു റിവ്യൂമാർക്കെതിരെ തുറന്നടിച്ചത്. കഷ്ടപ്പാടൊക്കെ സഹിച്ച ഒരു സിനിമ ഒരാൾ കൊണ്ടുവരുമ്പോൾ ഇത്ര വൃത്തികെട്ട സിനിമ എന്നൊക്കെ പറഞ്ഞ് ഒരാൾ തുടങ്ങുകയാണ്. പറയുന്നവൻ ചെലവാക്കുന്നത് 100 രൂപയാണ്, ഇയാൾ ചെലവാക്കുന്നത് 1 കോടി രൂപയും. എന്റെ ടേസ്റ്റിന്റെ പുറത്ത് ഒരാളോട് കാണരുതെന്ന് പറഞ്ഞാൽ, മോശമാണെന്ന് പറഞ്ഞൊരു സിനിമ കാണാൻ പോകുമ്പോൾ കളിയാക്കുമോ എന്ന് പേടിച്ചിട്ട് ചിലർ വലിയും. സിനിമ വരുന്നതിന് മുൻപേ റിവ്യൂ ഉണ്ട്. എല്ലാവരും തിരക്കുള്ളവരാണ് ഇപ്പോൾ. അപ്പോൾ ഏതാണ് നല്ല റിവ്യൂ ഉള്ള പടം എന്നാണ് പലരും നോക്കുന്നത് എന്നായിരുന്നു ദിലീപ് പറഞ്ഞത്. ദിലീപ്, തമന്ന എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അരുൺ ഗോപി സംവിധാനം നിർവഹിച്ച ചിത്രമാണ് ബാന്ദ്ര. ഉദയകൃഷ്ണയാണ് സിനിമയുടെ തിരക്കഥ എഴുതിയത്. ബാന്ദ്രയുടെ ഹൈലൈറ്റ് അരുൺ ഗോപിയുടെ സംവിധായക മികവുമാണ്. ഷാജി കുമാറാണ് ചിത്രത്തിന്റെ ഛായാഗ്രാഹണം നിർവഹിച്ചത്. KB ഗണേഷ് കുമാറിനൊപ്പം ചിത്രത്തിൽ വേറിട്ട ഒരു വേഷവുമായി എത്തിയിരിക്കുന്നത് കലാഭവൻ ഷാജോൺ ആണ്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.